അഡ്വക്കേറ്റ് ജയസൂര്യ, ഈ നീതി ആയോഗിന്റെ കാര്യം പറഞ്ഞു, അതൊരു ചരിത്രപരമായ വസ്തുതയാണ്. അല്ല നീതി ആയോഗ് എല്ലാ കാര്യങ്ങളിലും പാരാമീറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. ഏതൊക്കെ പാരാമീറ്റേഴ്സിൽ ഇന്ന കാര്യങ്ങളിൽ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ അവിടെ ആ പെർസെൻറ്റേജ് പറയും. പക്ഷേ അതെടുത്ത് വെച്ചിട്ട് ഞങ്ങളുടെ മൊത്തം ഭരണത്തിന്റെയും പെർസെൻറ്റേജ് അതാണ് എന്ന് പറയുന്നതാണ് ഈ തന്ത്രം. അപ്പോ ഉദാഹരണത്തിന് ഇവിടെ ആരോഗ്യരംഗം വളരെ ഗംഭീരാന്ന് പറയുന്നുണ്ട്. ഞാനിതേപ്പറ്റി പഠിച്ചു. സംഭവം എന്താന്ന് ചോദിച്ചാൽ, ആശുപത്രിയുടെ മുറ്റം അടിച്ചു വാരി കൃത്യമായിട്ട് ചുട്ട് കരിക്കുന്നുണ്ടോ, കൃത്യമായിട്ട് മുറ്റം വൃത്തിയായിട്ടിരിക്കുകയാണോ, 100 മാർക്കാ കേരളത്തിന്. അത് വെച്ചിട്ട് കേരളത്തിന്റെ ആരോഗ്യരംഗം മുഴുവൻ 100% മാർക്ക് കേന്ദ്രം തന്നു, നീതി ആയോഗ് തന്നു എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. ആ രീതിയിലുള്ള അവകാശവാദം മാത്രമാണിത്. അപ്പോൾ ആ തരത്തിലുള്ള അവകാശവാദത്തിനപ്പുറം ജനങ്ങൾ അനുഭവിച്ച കാര്യങ്ങളുണ്ടല്ലോ, ആ ജനങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ 2 മുന്നണിക്കും ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല. ഇവിടെ നോക്കി, താമര വിരിയൂ? തീർച്ചയായിട്ടും വിരിയും. തീർച്ചയായിട്ടും താമരകൾ വിരിയും. ഉറപ്പാണ്. തീർച്ചയായിട്ടും. അതോടുകൂടി ഈ പറഞ്ഞ 2 മുന്നണികൾക്കും ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും ചെയ്യും. കേരള രാഷ്ട്രീയം പുതിയൊരു വഴിത്തിരിവിലേക്ക് വരിക. അത് ജയസൂര്യ, അത് അവിടെ അല്ലേ? ഞാൻ ഈ വന്ന വഴിക്ക് തിരൂരൊരു താമരക്കുളമുണ്ട്, അവിടെ കേരളത്തിന്റെ താമരക്കുളമാണ്. കേരളത്തിലെ താമരക്കുളം തന്നെയാണ് പറഞ്ഞത്. ഉള്ളുമനക്കുടിപ്പാടത്തെ മഞ്ജുവാരി വീടിന്റെ അടുത്ത് താമരക്കുളമുണ്ട്. അവിടെ കുറെ പുള്ളില് അറിയാലോ. അങ്ങനെ കുറെ താമരക്കുളങ്ങളിൽ താമര അത് തന്നെ, അങ്ങനെ കുറെ താമരക്കുളങ്ങളിൽ താമര വിരിയെന്നാണ് പറഞ്ഞത്. അപ്പൊ കേരളം മുഴുവൻ താമരക്കുളമായി മാറുകയാണ്. അതാണ് കാണാൻ പോകുന്നത്. 4-ാം തീയതി സുനിൽകുമാറിനെ കാണേണ്ടി വരുമോ? തീർച്ചയായിട്ടും കാണേണ്ടി വരും. എല്ലാവരെയും കാണേണ്ടി വരും. എല്ലാവരും ഉണ്ടാവണം 4-ാം തീയതി ഇത് ആവർത്തിക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.